ഹാപ്പി ഹാപ്പി ആരുടെ ഹാപ്പി ഹാപ്പി ഉമ്മാൻ്റെ ഹാപ്പി ഹാപ്പിയാ അമ്മമ്മ വേണോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടുഡേയ്സ് മൈ ബർത്ത്ഡേ. വിഷ് ചെയ്യൂടി. ഹാപ്പി ബർത്ത്ഡേ പെറ്റി. അപ്പോൾ ഇന്ന് എനിക്ക് 24 വയസ്സായിട്ടുണ്ട്. ഒരു മിനിറ്റ് കൈ കുടിക്കും. 24 വയസ്സിൽ തന്നെ തുടക്കം തന്നെ നല്ല ആദ്യ ഗംഭീരമാണ്. വീട്ടിൽ കത്തിപ്പോയിട്ടാന്ന് പറയാം. ഈ വർഷം മൊത്തം നമ്മൾ കത്തിക്കൊണ്ടിരിക്കുമല്ലേ, കത്തിപ്പിടി ഉറപ്പാ. പിന്നെ ധനനഷ്ടം, ബന്ധുമിത്രാദികളുടെ ഉപീതി, എന്താണ് അനീതി, എന്താണ് ആ സാധനം, അതെല്ലാം ഉണ്ട്. സന്തോഷം മാത്രം. ഇപ്പം നമ്മൾ ബീറ്റർ നമ്മുടെ കസിനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ക്രീം നമ്മൾ തണുപ്പിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് കേക്ക് സെറ്റാക്കണം. അത് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറ്റി ഫോട്ടോ എടുക്കണം. നമ്മുടെ ഫോട്ടോഗ്രാഫർ ആരാണ്? അപ്പോൾ ഫോട്ടോ എടുക്കണം. പിന്നെ എനിക്ക് ഉമ്മച്ചി മന്തി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അൽഫാമിനുള്ള ചിക്കനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമൻറ്റ് വരുമായിരിക്കും. ഇൻകമ്മിങ് ഇല്ലല്ലോ, ഔട്ട് ഗോയിങ് മാത്രമല്ലേ ഉള്ളൂ, നിങ്ങളിങ്ങനെ ലാവിഷായിട്ട് ചിലവാക്കാൻ പാടുള്ളൂ. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ഭയങ്കര ചെറിയ ആഗ്രഹമായി പോയി. ഇതെൻ്റെ ആഗ്രഹമൊന്നുമില്ല. എനിക്കൊരു പീസ് കേക്ക് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉപ്പാണ് പറഞ്ഞത്, നീ കേക്ക് ഉണ്ടാക്കുന്നതാണല്ലേ കേക്ക് ഉണ്ടാക്കും. സോ ഐ തോട്ട്. പക്ഷെ അത് ഇന്നലെ തന്നെ മൂഞ്ചി പോവേണ്ടതായിരുന്നു. പിന്നെ വീട്ടിൽ കിട്ടിയോണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കും. പന്നാര വിള സ്റ്റോറേജ് ഇപ്പം തന്നെ നടക്കും. പോകാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് മതി, മെല്ലെ മതി. ഓ വേണ്ട വേണ്ട, അത് പോയിക്കോട്ടെ, അത് ആ വഴി പോട്ടെ. പടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. പേടിയാ നമുക്ക്. നീ എടുക്കും ഇട്ടോട് ട്രോമ ഇട്ടോട് ഇടുണ്ട്. വാ ഇട്ട് വാ. തെറിപ്പിക്കരുത് കേട്ടോ. പാക്കൊന്നും കിട്ടിയില്ല. അത് ബീക്കർ. ഗൈസ്, അപ്പോൾ നമുക്ക് കേക്ക് കട്ടാക്കണം. അമ്മമ്മ തരട്ടാ. എന്നെ അവിടെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കേക്ക് കട്ട് ചെയ്ത് വെക്കാന്ന്. ആ ഏത് ഇതാ വരുന്നേ? അങ്ങനെ ഇരിക്കല്ലേ, ഇവിടേക്ക്. അമ്മമ്മ വേണം. ഓക്കെ. അപ്പൊ നമുക്ക് 3 ലെയർ കിട്ടിയിട്ടുണ്ട്. നമ്മ തരാം ഞാൻ 3 ലെയർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മള് മേലെ കയറ്റി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കള്ളന്മാർ വന്നിട്ട് കട്ടെടുക്കും. ബൈ. മതിയില്ലേ? അപ്പോൾ ഗൈസ്, നമുക്ക് ബർത്ത്ഡേക്ക് ഉമ്മ സ്പെഷ്യൽ മന്തി റൈസും അൽഫാമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചോറ് ഉമ്മ പൊട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മനെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ കൂടുതലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വിശന്നപ്പം ഉപ്പ ഞാനും ഗന്നൊക്കെ കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം 24 വയസ്സായി ഗൈസ്. എന്താ ചെയ്യുക, പ്രായമൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ.
ബർത്ത്ഡേ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ ചെയ്യണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കിടന്നുറങ്ങും. പുറത്തു പോകാനൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്നിപ്പോൾ മഴയില്ല, പക്ഷേ പുറത്തൊന്നും പോകാനില്ല. വീട്ടിൽ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ആക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കി പരിഗണിക്കുക. നമ്മളൊക്കെ ഒന്ന് ജീവിച്ച് പോട്ടെ അല്ലേ. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും നിങ്ങളുടെ ഒരു ഇതിൽ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. എൻ്റെ ഉമ്മാൻ്റെയും അപ്പാൻ്റെ ആഗ്രഹമാണ്. നമ്മളതിന് കൂടെ നിൽക്കാം. ഞാൻ ആകെ ഒരു പീസ് കേക്ക് മേടിച്ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കേക്ക് മേടിച്ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഉപ്പാണ് മന്തിയും അൽഫാമും ഒക്കെ സെറ്റാക്കിയത്. അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാളിൽ ടേബിളിൽ എല്ലാവർക്കും കൂടി ഇരിക്കാൻ കഴിയില്ല. ഉമ്മയും ഉപ്പയും ഉമ്മയും കൂടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനാണ് ബൈറ്റ് ആഡ് ചെയ്തതിൽ. അപ്പോൾ അത്രയുള്ള കാര്യം. ബർത്ത്ഡേക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മൾ ഡ്രസ്സ് മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയ്യിൽ ഓൾറെഡി ഉള്ള ഇടാത്ത ഡ്രസ്സ് എടുത്തിട്ട് മയണൈസ് ഉണ്ടാക്കണതിൻ്റെ സൗണ്ട് കേട്ടോ. സോസുകളുണ്ട്, പക്ഷേ ഗന്നക്ക് മൈനൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ മൈനൈസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വരെ കാണിച്ചു. അപ്പോൾ ഇനി ഞാനും ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങണം. ഇന്നലെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കടയിലൊക്കെ പോയിട്ട് നമ്മൾ ബീറ്റർ കത്തിപ്പോയ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു വെക്കാം. അത് ഭയങ്കര രസമായിരുന്നു. അപ്പം എനിക്ക് ബീറ്റർ പിടിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. ഇന്ന് രാവിലെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റണ്ടായിരുന്നില്ല. ഗന്നാണ് എനിക്ക് ബീറ്റ് ചെയ്തതെന്ന്. അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് വിഷ് മീ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഈ വർഷം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 24ാമത്തെ വയസ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇതാണ് ഗൈസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. ഇതൊരു ബ്ലാക്ക് ജെംസ് സ്യൂട്ട് ആട്ടോ. റിഗോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഉള്ളിലുള്ള ടീഷർട്ട് നമ്മൾ ഫുൾ സ്ലീവായിട്ട് ഇങ്ങനെ കിട്ടൂലേ, ആ ഒരു എന്താ പറയുക നിറ്റഡ് മെറ്റീരിയലിൽ ആ ഒരു ടീഷർട്ട് ആട്ടോ. അത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഷോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഒരു ബർത്ത്ഡേ ഔട്ട്ഫിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ അൽഫാം മന്തി ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ആക്കുക. അതുപോലെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ആക്കുക. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയില്ല, കാരണം ഇതിൽ അതിന് മാത്രമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടാറ്റ, ലവ് യു ഓൾ.